കേരള സ്റ്റേറ്റ് ഒന്നിനായി കട്ട വെയിറ്റിംഗ് എന്ന് കെ സുരേന്ദ്രൻ. അതിമോഹമെന്ന് സോഷ്യൽ മീഡിയ. കേരളത്തിലെ ആദ്യ ബി.ജെ.പി. മേയറായി വി രാജേഷ് തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബി.ജെ.പി. മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംസ്ഥാനത്തെ ബി.ജെ.പി. ആസ്ഥാനമായ കെ.ജി. മാരാർ ഭവന് മുന്നിൽ പാർക്ക് ചെയ്തിരിക്കുന്ന നിയുക്ത മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും ഔദ്യോഗിക വാഹനങ്ങളുടെ ചിത്രം പങ്കുവച്ച സുരേന്ദ്രൻ കട്ട വെയിറ്റിംഗ് കേരള സ്റ്റേറ്റ് 1 എന്ന് കുറിച്ചു. സംസ്ഥാനത്ത് ബി.ജെ.പി. മേയറായി ഇനി അടുത്തത് ബി.ജെ.പി. മുഖ്യമന്ത്രിയാണെന്ന പ്രതീക്ഷ പരോക്ഷമായി പങ്കുവച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ പോസ്റ്റ്. കേരളത്തിലെ തദ്ദേശ ഭരണ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതിച്ചേർത്താണ് ബി.ജെ.പി. ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിച്ചത്. മേയറായി വി രാജേഷ് തിരഞ്ഞെടുക്കപ്പെട്ടു. അതോടെ കേരളത്തിലെ ഒരു കോർപ്പറേഷന്റെ അമരത്തെത്തുന്ന ആദ്യ ബി.ജെ.പി. മേയർ എന്ന ചരിത്ര നേട്ടവും അദ്ദേഹത്തിന് സ്വന്തമായി. കൊടുങ്ങാനൂർ വാർഡിൽ നിന്നുള്ള പ്രതിനിധിയാണ് അദ്ദേഹം. മൂന്നാമത്തെ പ്രാവശ്യവും കൗൺസിലറായി ജയിച്ചുവെന്ന GS ആശാനാഥാണ് ഡെപ്യൂട്ടി മേയർ. LDFിന്റെ 2 വോട്ടുകൾ അസാധു. ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭാ ഭരണവും പിടിച്ചടക്കി ബി.ജെ.പി. 2 റൗണ്ടായി നടന്ന വോട്ടെടുപ്പിൽ ബി.ജെ.പി. 21 വോട്ടുകളും LDFിന് 18 വോട്ടുകളുമാണ് ലഭിച്ചത്. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി തൃപ്പൂണിത്തുറ നഗരസഭയിൽ ബി.ജെ.പി. ഭരണത്തിലെത്തി. 3 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ബി.ജെ.പി. നേതാവായ അഡ്വക്കേറ്റ് PL ബാബു മുനിസിപ്പൽ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. 21 വോട്ടുകളാണ് PL ബാബുവിന് ലഭിച്ചത്. വോട്ടെണ്ണലിന് പിന്നാലെ PL ബാബു നഗരസഭാ ചെയർമാനായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. 2 റൗണ്ടായി നടന്ന വോട്ടെടുപ്പിൽ ബി.ജെ.പി. 21 വോട്ടുകളും LDFിന് 18 വോട്ടുകളുമാണ് ലഭിച്ചത്. LDFിന്റെ 2 വോട്ടുകളാണ് അസാധുവാക്കിയത്. നഗരസഭയിൽ LDF 20ഉം NDAക്ക് 21 സീറ്റുകളും ലഭിച്ചിരുന്നു. തൃപ്പൂണിത്തുറയിൽ 40 വർഷങ്ങൾ LDFും 5 വർഷം UDFും നഗരസഭ ഭരിച്ചിരുന്നു. ബി.ജെ.പി. ഭരണത്തിൽ നിന്ന് അകറ്റി നിർത്തണമെങ്കിലും CPMനെ പിന്തുണയ്ക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു കോൺഗ്രസിന്റെ തീരുമാനം. ഇതാണ് ബി.ജെ.പിയുടെ ഭരണത്തിലേക്കുള്ള വഴി തെളിച്ചതെന്നാണ് കരുതുന്നത്. കഴിഞ്ഞ തവണ LDF അധികാരത്തിലിരുന്ന് നഗരസഭയിൽ നിന്നുമാണ് ഇത്തവണ ബി.ജെ.പി. ഭരണം പിടിച്ചെടുത്തത്.